ലീഗിൻ്റെ ഒരു വലിയ ബലമുണ്ടായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിന് മാത്രമല്ല, കേരളീയ സമൂഹത്തിന് മുഴുവൻ ലീഗിന് ബലമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് കേരളീയ സമൂഹത്തിൻ്റെ ബലമായി മാറിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത് പാണക്കാട് കുടുംബവും അതുപോലെ മുസ്ലിം ലീഗുമായിട്ടും വർഷങ്ങളായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ, രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ UDF രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ്. ഞങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് അസംബ്ലിക്കകത്തും പുറത്തും പ്രവർത്തിച്ചത്. അതിനെല്ലാം എല്ലാ പിന്തുണയും തന്ന ഒരാളാണ് അഭിവന്ദ്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്മളെടുത്തൊരു അതിശക്തമായ ഒരു മതേതര നിലപാടുണ്ടായിരുന്നു. അത് കേരളം അംഗീകരിച്ചു. ആ മതേതര നിലപാടിൻ്റെ പിൻബലവും അദ്ദേഹമായിരുന്നു. എത്ര പേരാണ്, ഞാൻ അവരെ ആരെയും പേരെടുത്ത് കുറ്റപ്പെടുന്നില്ല, അതിൻ്റെ സമയമല്ല. കേരളത്തിലൊരു വിദ്വേഷ പ്രചരണം നടത്തി ഭിന്നിപ്പുണ്ടാക്കാൻ പല ശക്തികൾ ശ്രമിച്ചു. മുനമ്പം വിഷയത്തിലുണ്ടായിരുന്നു, പള്ളുരുത്തി വിഷയത്തിലുണ്ടായിരുന്നു. എന്നെ അക്ഷരാർത്ഥത്തിൽ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ആ സമയത്തെല്ലാം മുസ്ലിം ലീഗും തങ്ങളും സാദിഖ് അലി തങ്ങളും എടുത്ത നിലപാട്. ഞങ്ങൾ പറവൂര് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KT ജോർജിൻ്റെ നാമധേയത്തിലുള്ള അവാർഡ് സാദിഖ് അലി തങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തത് ആ മതേതര നിലപാടിൻ്റെ പേരിലായിരുന്നു. നമുക്കറിയാം, ബാബറി മസ്ജിദ് സംഭവം ഉണ്ടായിരുന്നപ്പോൾ ശിഹാബ് തങ്ങളെടുത്ത നിലപാടിൻ്റെ പിന്തുടർച്ചയായിരുന്നു ആ മതേതര നിലപാട്. പള്ളുരുത്തി വിഷയവും മുനമ്പം വിഷയവും ഒക്കെ കേരളത്തിൽ വേണമെങ്കിൽ ആളിക്കത്തി ശത്രുത ഉണ്ടാകാമായിരുന്നു. അതിൻ്റെ തീ കെടുത്തിയത് അദ്ദേഹമാണ്. അങ്ങനെയുള്ളൊരു ബഹുമാനം കൂടി. അപ്പോൾ UDFൻ്റെ അതിശക്തമായ ഒരു മതേതര നിലപാട് എടുക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. ഒരു വർഗീയ വിദ്വേഷം വരുന്ന ഒരു പരാമർശം പോലും ഒരു മുസ്ലിം ലീഗ് നേതാവ് നടത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പ്രചരണം നടത്തുന്നുണ്ട് കുറേ പേര്. തെരഞ്ഞെടുപ്പ് കാലത്തും അതേ പ്രചരണമായിരുന്നു. അതിനൊക്കെ ഞങ്ങൾ ശക്തിയായി നേരിട്ടു. ഞാൻ ഇന്നലെയും ചോദിച്ചല്ലോ ഒരു ചോദ്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആര് കൊണ്ടുപോകുന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ കേരളം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സഹോദര സംഘടനകളിലാണ്, ചേർത്ത് നിർത്തും. ഞങ്ങളെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, ഇത് കൊണ്ട് ജയിപ്പിച്ച് ഇങ്ങോട്ട് തന്നു. ഞങ്ങൾക്ക് മേധാവിത്വമുള്ള സ്ഥലങ്ങളിൽ അവരുടെ ചില സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പരസ്പരം എല്ലാ കക്ഷികളും, കേരള കോൺഗ്രസിൻ്റെ ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളുടെ ആണെങ്കിലും എല്ലാവരും അങ്ങനെ ചെയ്തത്. ആ ഒരു ടീം UDFൻ്റെ പ്രവർത്തനത്തിന് തങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ പിന്തുണയ്ക്ക് നന്ദി പറയാൻ കൂടിയിട്ടാണ് ഞാൻ വന്നത്. അതെ, മുസ്ലിം ലീഗിന്റെ വലിയ ഒരു ബലമുണ്ട്. ആ ബലം എന്ന് പറയുന്നത് സതീശന് മാത്രമുള്ളതല്ല, അത് കേരളീയ പൊതുസമൂഹത്തിനുള്ളതാ. എന്നാലോ ആ കേരളീയ പൊതുസമൂഹത്തിന്റെ ബലം എന്ന് പറയുന്നത് അത് VD സതീശനായിരുന്നു. അല്ലേ? ജനവികാരം അതങ്ങനെയായിരുന്നു. അത് എടുത്ത നിലപാടുകൾക്കുള്ള അംഗീകാരം. ഇവിടെ ഒരു വലിയ സന്തോഷമുള്ള കാര്യം, മുസ്ലിം ലീഗുകാരനെ ഈ പ്രസ്ഥാനത്തെ ചാപ്പയടിക്കാൻ കുറെ തീട്ടങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ, അല്ലടോ ആ പ്രസ്ഥാനം ഭീകര പ്രസ്ഥാനമല്ല, തീവ്രവാദത്തിന്റെ വർഗീയതയുടെ പ്രസ്ഥാനമല്ലെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം സർട്ടിഫൈ ചെയ്ത സർട്ടിഫിക്കറ്റ് ലീഗുകാരൻ്റെ കയ്യിലുണ്ട്. അല്ലേ? ലീഗിനെ ദുർബലപ്പെടുത്തണം, ലീഗിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം, അതാണ് ലക്ഷ്യം. അത് ലക്ഷ്യമിടാൻ പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലീഗുകാരൻ്റെ ആത്മാർത്ഥതയും അവൻ്റെ പ്രവർത്തനങ്ങളുമാണ്. അവൻ UDF എന്ന് പറയുന്ന ടീം UDFൻ്റെ നട്ടല്ലായിട്ട്, ഇപ്പോൾ ഒരു ടീം, ഒരു ഫുട്ബോൾ ടീം എന്ന് കരുതുക. ആ ഫുട്ബോൾ ടീമിൻ്റെ കളി മെനയുന്നത് എവിടെയായിരിക്കും? മിഡ്ഫീൽഡിലായിരിക്കും, എന്ന് പറഞ്ഞാൽ മധ്യനിരയിൽ. അല്ലേ? ആ മധ്യനിരയിൽ സാധാരണ എല്ലാ ടീമിനും 1-2 ആളുകളുണ്ടാവും കളി മെനയാൻ. 1, ചിലപ്പോൾ 2. കളി മെനയുന്നത് എന്ന് പറഞ്ഞാൽ കളി എന്ന് പറഞ്ഞാൽ ഒരു ഗോളിൻ്റെ ഉത്ഭവം ആ മധ്യനിരയിൽ നിന്നായിരിക്കും. അതുപോലെ ടീം UDF എന്ന് പറയുന്ന ടീമിൻ്റെ ഗോളടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, സ്ട്രൈക്കർമാരായിട്ട് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ കളി മെനയുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ആ മുസ്ലിം ലീഗിനെ അങ്ങോട്ട് തകർക്കണം. അതിന് വേണ്ടിയിട്ട് സഖാക്കളും സംഘപരിവാരമൊക്കെ മെനക്കെട്ടങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. എന്താ ഇത് വേറൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പ് തോൽവി ഏൽപ്പിച്ച ആഘാതം,
ആ ആഘാതം കരഞ്ഞങ്ങനെ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാണ്, അല്ലേ? അതാണ് മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടിയിട്ട്, അവരെ ചാപ്പയടിച്ച് മാറ്റി നിർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അങ്ങനെ വിട്ടുകൊടുക്കില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ, അല്ലേ? അത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു രോമാഞ്ച. 4 ദിവസം മുമ്പ് നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു രോമാഞ്ചാണ്. ആ മനുഷ്യൻ്റെ നിലപാടുകളോ, ആ മനുഷ്യൻ നിലപാടുകൾ കൊണ്ട് നമ്മളെ അങ്ങ് വിസ്മയിപ്പിക്കുക, ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡും, അല്ലേ? നമ്മളെ എങ്ങനെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുക ആ മനുഷ്യൻ. അധികാരത്തിലേറുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വോട്ട് തേടി ഇറങ്ങിയപ്പോഴും ആ മനുഷ്യനൊരു നിലപാടുണ്ടായിരുന്നു. അധികാരത്തിലെത്തിയപ്പോഴും ആ മനുഷ്യൻ്റെ നിലപാടുകൾ നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുക, അല്ലേ? പാണക്കാട്ട് തങ്ങളെയും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെയും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഓടിയെത്തി ആ മനുഷ്യൻ ഓടിയെത്തി. താനുണ്ട്, താനുണ്ടാകും, പ്രതിരോധം തീർക്കാൻ, മുന്നിൽ നിൽക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറേ തീട്ടങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്, വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും കുത്തി നിറക്കാൻ വേണ്ടിയിട്ട്. ഈ സമൂഹത്തെ അങ്ങനെ ഭിന്നിപ്പിക്കാൻ, വിഭജിക്കാൻ ശ്രമിക്കാൻ ആരെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അവരെ തടയിടാൻ മുന്നിലുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഓടിയെത്തുകയാണ് പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അടുത്തേക്ക്. തിരുവനന്തപുരത്ത് വെച്ചാണ് കൂടിക്കാഴ്ചയൊക്കെ നടന്നത്. ഇപ്പം നാളെ കഴിയുമ്പോൾ ഈ മുന്നണി അധികാരത്തിലേക്ക് വരികയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാൻ പോവുക സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം. കുറേ തീട്ടങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ നിൽക്കുന്നുണ്ട്. ആ തീട്ടങ്ങളെ നമ്മൾ സാധാരണ രാവിലെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫ്ലഷ് ചെയ്ത് ഒഴിവാക്കും. എവിടേക്ക്? സെപ്റ്റിക് ടാങ്കിലേക്ക്. അപ്പോൾ അതുപോലെ ഈ തീട്ടങ്ങളെയും നമ്മൾ ഫ്ലഷ് ചെയ്യണം. കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ തീട്ടങ്ങളെയും ഫ്ലഷ് ചെയ്ത് ഒഴിവാക്കണം. സെപ്റ്റിക് ടാങ്കിലേക്ക് പറഞ്ഞു വിടണം, തള്ളിവിടണം. അതല്ലേ ഈ പ്രസ്ഥാനം മുന്നിൽ നിന്ന് നയിച്ചത്. അതൊരു വലിയ സാഹോദര്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, ചേർത്ത് നിർത്തലിലേക്ക്, മാനവികതയിലേക്ക്, അല്ലേ? ലീഗ്, ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ പാർട്ടി മുന്നിൽ വെച്ച ആശയം എന്തായിരുന്നു? സിമ്പതി ആയിരുന്നില്ല, മറിച്ച് എംപതി ആയിരുന്നു. എന്താണ് സിമ്പതിയും എംപതിയും തമ്മിലുള്ള വ്യത്യാസം? ഒരാളുടെ വിഷമം കാണുമ്പോൾ ഇവിടെ നിന്നിട്ട് അയ്യോ വിഷമുണ്ട് കേട്ടോ, അതല്ല. ഒരാളുടെ വിഷമം കാണുമ്പോൾ അവൻ്റെ വിഷമം എൻ്റെതായി കണ്ടുകൊണ്ട്, അവൻ്റെ വിഷമം നമ്മുടേതായി കണ്ടുകൊണ്ട്, ആ വിഷമം, അവൻ്റെ പ്രതിസന്ധി, അവൻ്റെ പ്രശ്നങ്ങൾ, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. എംപതിയാ, സിമ്പതിയല്ല. ലീഗ് എവിടെയും ഒരു സിമ്പതിയുടെ കളി എവിടെയും കളിച്ചിട്ടില്ല. ലീഗ് മുന്നോട്ട് വെച്ചത് ചേർത്ത് നിർപ്പ്. അതാണ് പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്നത്. ചേർത്ത് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഏത് ഘട്ടത്തിലും വലിയ പ്രതിസന്ധികൾ, അതിലേറെ പ്രതിസന്ധി എന്ന് പറയുന്നത് സമൂഹം തമ്മിലടിക്കുവോ എന്ന് വരുന്ന ഘട്ടങ്ങളിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നില്ലേ കാലങ്ങളായിട്ട്? അത് തന്നെയല്ലേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇന്ന് ലീഗിനെ വർഗീയവാദികളാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ, ഇവരുടെ രാഷ്ട്രീയവും ഇവരുടെ പാരമ്പര്യം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഈ രാജ്യത്ത് ഇവർ നാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിഭജനത്തിൻ്റെ, വിഭാഗീയതയുടെയൊക്കെ രാഷ്ട്രീയം കളിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. തങ്ങൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് കാണുമ്പോൾ ഉത്തരേന്ത്യയിൽ പാറ്റി തളഞ്ഞ അതേ ഐഡിയോളജി ഈ കേരളത്തിൻ്റെ മണ്ണിലേക്കും പറിച്ചു നടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ശ്രമങ്ങളെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ മുസ്ലിം ലീഗുകാരനെ പോലെ തന്നെ ഇവിടെ
ടീം UDF എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നതാവട്ടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും, അല്ലേ? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനും. ആ മനുഷ്യൻ്റെ നിലപാടുകൾ നമ്മളെ അങ്ങനെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യൻ അധികാര കസേരയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ആ വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി UDFിൽ നിന്നാണ്. അത് ആരാണെന്ന് UDF തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഔപചാരികമായിട്ട് ആ മനുഷ്യൻ അധികാര കസേരയിലേക്ക് എത്തിയിട്ടില്ല. ഇവൻ ദോ അതിന് മുൻപ് തന്നെ ആ മനുഷ്യൻ നിലപാടുകൾ കൊണ്ട് നമ്മളെ അങ്ങനെ വിസ്മയിപ്പിക്കുക. ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആ മറുപടി ഉണ്ടല്ലോ, മാപ്രകൾ ഇങ്ങനെ ഒന്ന് കുത്തി തിരിച്ചു നോക്കിയതാ. പക്ഷെ എത്ര കൃത്യമായിട്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ആ മറുപടി പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൃത്യമാണ് മറുപടി. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അപ്പോൾ ബലം അത് സതീശനാണെന്ന് പറഞ്ഞാൽ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട്. ആ ബലം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാണ്, കേരളീയ സമൂഹത്തിനുള്ള ബലമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ സതീശൻ അവസാനം ചോദിച്ച ആ ഒരു ചോദ്യമുണ്ടല്ലോ, അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക. ആ പാർട്ടി ഇന്നിവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ കൃത്യമായിട്ട് ഈ പാർട്ടി നേരായ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. മാനവികത മുറുകെ പിടിച്ചുകൊണ്ടുള്ള സഞ്ചാരം. ആ പാർട്ടിയെ ചാപ്പയടിച്ചങ്ങ് മൂലക്കിരുത്താമെന്ന് ആരും കരുതേണ്ട മക്കളെ. ഇത് പാരമ്പര്യം വേറെയാ. പാരമ്പര്യം എന്ന് പറയുന്നത് ഒറ്റുകൊടുത്തവൻ്റെ പാരമ്പര്യമല്ല. പാരമ്പര്യം എന്ന് പറയുന്നത് കാല് നക്കിയവൻ്റെ പാരമ്പര്യമല്ല. വിഭജിച്ചവൻ്റെയും അക്രമങ്ങളുടെയും പാരമ്പര്യമല്ല, മറിച്ച് നട്ടലിൻ്റെ പാരമ്പര്യമായി പാർട്ടിയുടേത്. മനസ്സിലായില്ലേ? നട്ടല്ലെന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കൂടി ഭാഷയാ. ഞാൻ പറഞ്ഞില്ലേ, സിമ്പതിയല്ല, എംപതി. അതാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ ജാതി നോക്കിയിട്ടില്ല, രാഷ്ട്രീയം നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, മനുഷ്യനാണെന്നേ നോക്കിയിട്ടുള്ളൂ. മനുഷ്യത്വത്തിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നിലകൊണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത്, അല്ലേ? കൃത്യമായിട്ട് ആ പാർട്ടിയെ അങ്ങനെ അങ്ങ് ചാപ്പയടിച്ച് മൂലക്കിരുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വ്യാമോഹമാണ് മോനെ ദിനേശ, വ്യാമോഹം എന്ന് നമ്മൾ പറയേണ്ടി വരും, അല്ലേ? കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് ഒറ്റ തിരിഞ്ഞങ്ങ് ഒറ്റപ്പെടുത്തി ആക്രമിക്കാം എന്നാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹം സർട്ടിഫൈ ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം.